ഇതാണ് മട്ടാഞ്ചേരിയിലെ ചരിത്രപ്രസിദ്ധമായ കൂനൻ കുരിശുപള്ളി. അനേകായിരങ്ങൾക്ക് സാന്ത്വനവും ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന തീർത്ഥാടന കേന്ദ്രം. 1550 നിർമ്മിക്കപ്പെട്ട ഈ കൊച്ചു ദേവാലയത്തിൽ വെച്ചാണ് 1653 ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ കൂനൻ കുരിശു സത്യം നടത്തപ്പെട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന കുരിശിൽ വടം കെട്ടി ആ വടത്തിൽ പിടിച്ച് നൂറുകണക്കിന് ആളുകൾ നടത്തിയ പ്രതിജ്ഞയാണ് കുരിശു സത്യമായി അറിയപ്പെടുന്നത്. ആളുകൾ കുരിശിൽ വടം കെട്ടി വലിച്ചതിൻ്റെ ഫലമായി ആ കുരിശിന് വളവുണ്ടായി. അതിനെ തുടർന്ന് കുരിശു സത്യത്തെ കൂനൻ കുരിശ് സത്യമെന്ന് വിളിക്കുവാനും തുടങ്ങി. അന്നുണ്ടായിരുന്ന കുരിശ് കാലപ്പഴക്കത്തിൽ ജീർണിച്ചു പോയതിനാൽ പിന്നീട് സ്ഥാപിച്ച കുരിശാണ് ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുക. പോർച്ചുഗീസ് ഭാഷയിൽ വഴിയോരത്തെ കുരിശ് എന്ന അർത്ഥം വരുന്ന പ്രാന്തക്രൂസ് എന്ന വാക്ക് മലയാളികൾ പറഞ്ഞ് പ്രാന്തൻ കുരിശ് എന്ന പേരിൽ കൂടി ഇവിടെ അറിയപ്പെടാൻ തുടങ്ങി. കുരിയച്ചൻ്റെ നട എന്നും ഈ ദേവാലയം അറിയപ്പെടുന്നു. അതിപുരാതന റോമൻ കത്തോലിക്ക രൂപതയായ കൊച്ചി രൂപതയിലെ ആദ്യ ഇടവക ദേവാലയമായി അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച് ജീവമാതാ പള്ളിയുടെ കീഴിൽ ആണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും, പ്രത്യേകിച്ച് എല്ലാ മാസത്തിൻ്റെയും ആദ്യ വെള്ളിയാഴ്ചയും അത്യപൂർവമായ തിരക്കാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. നാനാജാതി മതസ്ഥർ പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തുന്നു. ചുറ്റുവിളക്കും പൂമാലയുമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. മനസ്സുരുകി വിളിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും ഉത്തരമേകുന്ന, നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിശുദ്ധ കുരിശ് പ്രദേശത്തിന് അനുഗ്രഹമായി വഴിയോരത്തെ ഈ തീർത്ഥാടന ആലയം ഉയർന്നു നിൽക്കുന്നു. വിശുദ്ധ കുരിശേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.